ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നെല്ലിൽ ഇടുമെന്ന് ചിലർക്കൊക്കെ ഡൗട്ടുണ്ട്. ഓർഗാനിക് വളങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു സ്ഥലം പരിചയം. നടവിലാണ് എൻ്റെ താമസം, വയനാട്. ചുറ്റാർക്കുന്ന് അവിടുത്തെ ഞങ്ങൾ കൃഷി ചെയ്യുന്നത് ഒരു 3 ഏക്കർ കൃഷി ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. നെൽകൃഷി ചെയ്യുന്നുണ്ടല്ലേ? അതിനകത്ത് തന്ന മരുന്നുകളൊക്കെ പ്രാവശ്യം കോരി ഒഴിച്ചു, ഒരു പ്രാവശ്യം സ്പ്രേ അടിച്ചു. ഒരു പ്രാവശ്യം കോരി ഒഴിച്ച് നമ്മൾ DNCയും കോരി ഒഴിച്ചിട്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഭൂമിര എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നം കൂടെ കോരി ഒഴിച്ചു. അതിനുശേഷം പിന്നെ സ്പ്രേ അടിച്ചല്ലേ? സ്പ്രേ എത്ര പ്രാവശ്യം അടിച്ചിട്ടുണ്ടായിരുന്നു? ഒരു പ്രാവശ്യം അടിച്ചുള്ളൂ. ഒറ്റ പ്രാവശ്യം അടിക്കാൻ പറ്റുള്ളൂ. ഈ പ്രാവശ്യം മഴ കാരണം ഒരു പ്രാവശ്യം അടിക്കാൻ പറ്റുള്ളൂ അല്ലേ? എന്നിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ? പ്രാവശ്യം കുഴപ്പമില്ല. ആവറേജ് വളത്തിന് വെച്ച് നോക്കുമ്പോൾ രണ്ട് സാധാരണ 3 വളം ഇടുന്നതാണ്. പ്രാവശ്യം 2 വളം ഇട്ടിട്ടുള്ളൂ. മഴ കാരണം നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല. അത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ? കുഴപ്പമില്ല, മെച്ചമാണ് അല്ലേ? അപ്പൊ ശരിക്കും നമ്മുടെ വളങ്ങൾ ശരിക്കും മറ്റുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന വളങ്ങളല്ലേ? നമ്മുടെ വളത്തിന്റെയും അതിന് തൊട്ടടുത്തും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? ഇതാണ് ആക്ച്വലി നമ്മുടെ കൃഷിയിടം വരുന്നത്. ഇത് 120 ദിവസത്തിന്റെ അല്ലേ? 120. ഇതൊക്കെ ഇത് 120 ദിവസം അല്ലേ? ഓക്കെ. അത് നാട്ടിയാണ്, ഇത് വിതയാണ്. ഇത് വിതയാണല്ലേ? അതിന്റെ അത്രമേ മാറ്റമുണ്ട്. ഇത് നാട്ടിയേക്കാൾ നല്ലതാണ് ഇത്. ഓക്കെ. നാട്ടിൽ എന്ന് വെച്ചാൽ ഏതായാലും കൂടുതൽ കിട്ടുന്നതാണ്. പക്ഷെ വിത ഇത് നല്ലത് വിതയായിട്ടാണ് കാണുന്നത്. ഓക്കെ, സാധാരണ നാട്ടിയാണ് ശരിക്കും നന്നാണ് അല്ലേ? നാട്ടി ഇത് കാണിച്ചു കൊടുക്കാം. ഇതാണ് ശരിക്കും നാട്ടി വരുന്നത്. ഇത് രാസവളം ഉപയോഗിച്ച് ചെയ്താണല്ലേ? രാസവളം ഉപയോഗിച്ച് ചെയ്താണ്. 3 വളം രാസവളം ഉപയോഗിച്ചാണ്. 3 വളം രാസവളം ഉപയോഗിച്ചാണ്. വേറെ ഒന്നും ചെയ്തിട്ടില്ല, നമ്മളൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല. അതിന്റെ തൊട്ടടുത്താണ് ഇത് വരുന്നത്. ഇത് കതിരുണ്ടല്ലേ? കതിരുണ്ട്. ഇത് എപ്പോഴത്തേക്ക് കൊയ്യാൻ പറ്റുമായിരിക്കും? ജനുവരി 2, 3, 5, 6 ആവുന്നതിന് കൊയ്യാം ആണല്ലേ? പച്ചപ്പും ഉണ്ടല്ലോ അല്ലേ? അതെ. ഇത് പശുമതി. നമ്മള് നെയ്ച്ചോറിന് ആവശ്യത്തിനായി ഇതും രാസവളം ഉപയോഗിച്ചത് അല്ലേ? ഇത് രാസവളം ഉപയോഗിച്ചാ. രാസവളം ഉപയോഗിക്കാണ്ട്. പക്ഷേ ഇതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട് അല്ലേ? നമ്മുടെ പുറത്തിന്റെ ഉൽപ്പന്നത്തിന്റെ ഒക്കെ റേറ്റ് എന്താ ഒരു അഭിപ്രായം? ഇതുവരെ ഉപയോഗിച്ചൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതായിട്ട് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? റിസൾട്ട് വൈസ് നോക്കുമ്പോൾ അതിനൊക്കെ കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പൊ റേറ്റ് കുറവാണ്, റിസൾട്ട് വൈസ് കൂടുതൽ. ഒന്നുകൂടെ അടിക്കണമെന്ന് പറഞ്ഞാൽ അടിക്കാൻ പറ്റാത്തതിന്റെ ഒരു, അതായത് നമുക്ക് ശരിക്കും ഒരു ഫ്ലവറിന് വേണ്ടിയിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. ക്രോപ്പ് സുധ എന്നൊരു പ്രൊഡക്റ്റായിരുന്നു. അത് കാരണം നമുക്ക് അടിക്കാൻ പറ്റുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായിരുന്നു. ശരിക്കും അതോട് ചെയ്തായിരുന്നെങ്കിൽ നല്ലൊരു മെച്ചോടെ കിട്ടിയാനെ. എങ്കിലും ഇവിടുത്തെ ഇങ്ങനെ കൃഷിയൊക്കെ കാണുമ്പോൾ നല്ലൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഇത് മാത്രമാണ് ഇവിടെ ഓർഗാനിക്കലി ചെയ്തിരിക്കുന്നത്. എത്ര ഏക്കർ ഇപ്പം നമ്മുടെ ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത്? 3 ഏക്കർ ചെയ്തല്ലേ? അപ്പോൾ 3 ഏക്കറിലേക്കാണ് ആക്ച്വലി നമ്മളൊരു DNC ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ പറയുന്നത് 3 ഏക്കറിലേക്ക് 3 DNC പറയുന്നത്. പക്ഷെ നമ്മൾ ഒരു DNCയും 4 ഭൂമിരെയും ഒരു ഭൂമിസ്ഥിത മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അത്രയും ചെറിയ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ശരിക്കും നമുക്ക് ഈ റിസൾട്ട് കിട്ടുക. അതിൻ്റെ വ്യത്യാസം തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത കൃഷി എപ്പോഴത്തേക്ക് വരുന്നത്? ജനുവരിയിലേക്കാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ജനുവരി ഇത് കൊയ്ത്ത് കഴിഞ്ഞാൽ തന്നെ ആണല്ലേ? ആ സമയത്ത് നമുക്ക് നമ്മുടെ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മുടെ വളം ഉപയോഗിക്കാൻ പറ്റും. ആഗ്രഹമുണ്ട്, ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ട്. വളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്ന ആളുകൾക്ക് ഡൗട്ട് ഉണ്ട്. അതിപ്പം ദീർഘകാലം നമുക്ക് അടുത്ത് കൊയ്യുമ്പോൾ അറിയാലോ. അടുത്ത് 2 പേര് അവിടെ ഇതിനപ്പുറം വിതയാണ്, ഇത് നാട്ടിയാണ്. വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ വിതയാണ് ബെറ്റർ ആയിട്ട് കാണുന്നത്. അത് നമ്മൾ ആകെ 2 കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ശരിക്കും നമ്മൾ ശരിക്കും ഒരു 3-4 പ്രാവശ്യം കൊടുക്കാറുണ്ട്. ഒരു പ്രാവശ്യം DNC കൊടുക്കും, പ്ലസ് ഭൂമിരയും കൊടുക്കാറുണ്ട്. പിന്നെ 2 പ്രാവശ്യം ഭൂമിസ് കൊടുക്കാറുണ്ട്, 1 പ്രാവശ്യം ക്രോപ്പ് സുധയും കൊടുക്കുക. ഇതാണ് ആക്ച്വലി ഞങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 4 പ്രാവശ്യം റിക്വയർമെന്റ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ വരുന്നു മാത്രം. പക്ഷെ അതിൽ ആകെ 2 കൊടുത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിന് ശരിക്കും പകുതി ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി ഫുൾ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ഫുൾ റിസൾട്ടിലേക്ക് വരാം.